ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. റസാക്ക് വന്നിട്ട് അധിക നേരമായോ? ഇല്ല മാഡം, വന്നതേ ഉള്ളൂ. നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ, പിന്നെ അറിയാലോ വല്ലാത്തൊരവസ്ഥയിലൂടെയാ കാര്യങ്ങൾ കടന്നു പോകുന്നേ. ഉത്തരം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങളിലൂടെയാ ഇപ്പൊ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ. ഒന്നിനും ഉത്തരമില്ല, എന്നാ ചോദ്യങ്ങളുണ്ട് താനും. എന്റെ അന്വേഷണത്തിൽ മാഡം പറഞ്ഞതുപോലുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോ. ഉത്തരങ്ങളില്ല, പക്ഷെ ചോദ്യങ്ങളുമായി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ആ രേഷ്മ ആ വീട് അരിച്ചു പെറുക്കിയിട്ട് യാതൊന്നും കിട്ടിയില്ല മാഡം. മാരിയപ്പൻ പറഞ്ഞ സ്ത്രീ കനകലത, ആ പറഞ്ഞ സ്ത്രീയുമായി ഈ പറയുന്ന രേഷ്മയ്ക്കുള്ള ബന്ധവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടന്റെ മുഖസാമ്യമുള്ള ശ്രീകുമാർ എന്ന ആളുടെ ബോഡി തന്നെയായിരിക്കും അവിടെ ദഹിപ്പിച്ചത്. മാരിയപ്പന് തെറ്റുപറ്റിയതാവും. ശ്രീകുമാറിന്റെ യഥാർത്ഥ ഭാര്യ തന്നെയാവും ഈ പറയുന്ന കനകലത. രേഷ്മ പേര് മാറ്റി പറഞ്ഞതായിരിക്കുമോ എന്നതായിരുന്നല്ലോ നമ്മുടെ സംശയം. അങ്ങനെയായിരുന്നെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഒരു തെളിവ് രേഷ്മയുടെ വീട്ടിൽ നിന്നും കിട്ടണമായിരുന്നു. അപ്പൊ പിന്നെ വിഷ്ണു സാർ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് എവിടെ നിന്നാ മേഡം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്? എന്റെ മുന്നിൽ നോ ഐഡിയ. ഇനി ഈശ്വരന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂന്നാ തോന്നുന്നു. കാരണം നമുക്ക് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു തന്നെ കിടക്കുക. മാഡം, നമുക്കെല്ലാം ശരിയാക്കാം മാഡം. 100 വഴികൾ അടയുമ്പോൾ ഒരു വഴി, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരേ ഒരു വഴി, അത് നമുക്ക് വെളിച്ചമേകും എന്ന് തന്നെയാണ് മാഡം എന്റെ വിശ്വാസം. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാ ഞാൻ മാഡത്തെ അറിയിക്കാം. അല്ലെങ്കിലും ഈ സോമശേഖരൻ സാറിന് എത്ര കിട്ടിയാലും മതിയാവൂല. ആളുകൾ പ്രായിക്കൊണ്ടാ കാശ് തരുന്നേ. ഇതിപ്പോ നമ്മക്കും പ്രാക്ക് മേടിച്ചിരുന്ന മട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്കും ഇഷ്ടമല്ല. എന്തുവാടോ നിന്ന് പിറുപിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല സാറേ. കുടുംബകാര്യം പറയാണോ അതോ എന്റെ നെഞ്ചത്തേക്ക് കയറുകയാണോ? ഹെൽമെറ്റ് ഉള്ളവനെ ഇല്ലാത്തവനെ ഒക്കെ പിടിച്ചോണം. ഹെൽമെറ്റ് വെച്ചവൻ എന്തിനാ സാറേ പിടിക്കുന്നേ? ഓവർ സ്പീഡ് അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിക്കടോ. സാറേ ഇതിത്തിരി ഓവറാണ് കേട്ടോ. 10 റെസിപ്റ്റ് ഇല്ലാതെ വിടുമ്പോ ഒരെണ്ണമെങ്കിലും റെസിപ്റ്റ് എഴുതണേ സാറേ. താൻ പറഞ്ഞ പണി നോക്കടോ. റെസിപ്റ്റ് ഒക്കെ ഞാൻ എഴുതിക്കോളാം. ആശാനെ ചെക്കിങ് തടയോ നോക്കട്ടെ. നിർത്ത് അങ്ങോട്ട് നോക്ക്. നിർത്ത്. ജീപ്പിന് എന്തിനോ കൈ കാണിച്ചത്? നമുക്ക് ഇവരെ പോലുള്ള വലിയ വണ്ടിക്കാരൊന്നും വേണ്ട. അത്താഴപ്പട്ടണിക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ മതി. അവരാവുമ്പോ രസീതും കോടതിയും ഒന്നും വേണ്ട. കയ്യിലുള്ളത് ഇങ്ങ് തന്നിട്ട് പൊക്കോളും. സാറേന്ന് തികച്ച് വിളിക്കുകയും ചെയ്യും. വിടറോ വണ്ടി. വെക്കോ വെക്കോ വെക്കോ. മറ്റേ മറ്റേ മറ്റേ